ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇപ്പോൾ ഗ്രാറ്റുവിറ്റിയെ സംബന്ധിച്ച്, ആനുകൂല്യങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ PF ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മാറ്റം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉദാഹരണത്തിന് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖല മാത്രമല്ല, നിരവധി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന മേഖലകളാണ് ഇതെല്ലാം അവരുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി ജോലി സംരക്ഷണത്തെ സംബന്ധിച്ചും ശമ്പളത്തെ സംബന്ധിച്ചും ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറി. മറ്റൊന്ന് അവധിയും വേതനവും. ഉദാഹരണത്തിന് 180 ദിവസം എന്നുള്ളത് 240 ദിവസത്തിലേക്ക് ജോലി ചെയ്യുന്ന 180 ദിവസത്തിലേക്കായി കുറഞ്ഞു. അപ്പോൾ ആ തരത്തിൽ നിരവധി മേഖലകളെ സംബന്ധിച്ച് നിർവചനങ്ങൾക്ക് മാറ്റം വന്നു, അതിൻ്റെ കണ്ടീഷൻസിന് മാറ്റം വന്നു. ഇതെല്ലാം ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തൊഴിൽ സാധ്യതകൾ മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഉദാഹരണത്തിന് ഇടതുപക്ഷ നിലപാടുകൾ പലപ്പോഴും കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെതിരായിരുന്നു, ട്രാക്ടർ വന്ന സമയത്ത് അതിനെതിരായിരുന്നു. അപ്പോൾ ഏത് പുതിയ സംവിധാനം വന്നാലും അല്ലെങ്കിൽ പുതിയൊരു മേഖല തെളിഞ്ഞു വന്നാലും പുതിയൊരു മേഖലയിലേക്കുള്ള സാധ്യതകൾ ഉണ്ടായാലും അതിനെയെല്ലാം ആദ്യം എതിർക്കുക, പിന്നീട് അംഗീകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.